വിജ്ഞാനമെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണത്തിലോ പ്രശംസാപത്രങ്ങളുടെ വലിപ്പമോ അല്ലെന്നും വിജ്ഞാനം എന്നത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണെന്നും പുതൂർപ്പള്ളി ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി. വിജ്ഞാനം ലക്ഷ്യമാക്കുന്നത് കേവലം അറിവ് മാത്രമല്ല, അറിവ് കൊണ്ട് നേടാൻ കഴിയുന്ന നേടേണ്ട മറ്റു പല സംഗതികൾ കൂടിയുണ്ട്. എന്റെ കയ്യിൽ കുറേ വിജ്ഞാനമുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്കറിയാം എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എന്റെ മേശയിലും എന്റെ കയ്യിലുമുണ്ട് എന്നതുകൊണ്ട് മാത്രം വിജ്ഞാനമാകുന്നില്ല. വിജ്ഞാനമാകണമെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണമോ കിട്ടിയ പ്രശംസ പത്രങ്ങളുടെ വലിപ്പമോ അല്ല. വിജ്ഞാനം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് വിജ്ഞാനമാകുന്നത്. കവിതയുണ്ട്, ആരമല തർബിയത്തുൽ ഇസ്ലാം മസ്ജിദ് മദ്രസ പ്രവേശനോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അർഷദ് ഫലാഹി. ആരമല തർബിയത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന മദ്രസ പ്രവേശനോത്സവം പുതൂർപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലോക ക്ലാസിക് ഭാഷകളിൽ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും മരണമില്ലാതെ വിനിമയ ഭാഷയായും സാഹിത്യ ഭാഷയായും അവശേഷിക്കുന്ന അപൂർവ ഭാഷകളിലൊന്നാണ് അറബി. കാലങ്ങൾ കടന്നുപോകുമ്പോൾ വ്യത്യസ്ത വൈജ്ഞാനിക മേഖലയുടെ സ്രോതസ്സായി ഈ ഭാഷ മാറിയെന്നു മാത്രമല്ല അനന്ത സാധ്യതകളുടെ മഹാസമുദ്രമായി തീർന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളാണ് കേരളത്തിൽ ആദ്യമായി സ്കൂൾ പാഠ്യ പദ്ധതിയിൽ അറബി ഉൾപ്പെടുത്തിയത്. 1956 നിലവിൽ വന്ന മദ്രസ ബോർഡിന് കീഴിൽ 18,000-ലേറെ മദ്രസകൾക്ക് പുറമെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയിലൂടെ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ആരമല തർബിയത്തുൽ ഇസ്ലാം മസ്ജിദ് മദ്രസ പ്രവേശനോത്സവ വൈസ് പ്രസിഡന്റ് MS നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മദ്രസ പരീക്ഷയിൽ റാങ്ക് ജേതാക്കൾക്കും ഉന്നത വിജയത്തിനായി പരിശ്രമിച്ച അധ്യാപകർക്കും ജമാഅത്ത് വക മൊമന്റോ നൽകി ആദരിച്ചു. ജമാഅത്ത് ട്രഷറർ PA ഷാഹുൽ ഹമീദ് മുഖ്യ പ്രഭാഷണം നടത്തി. റഷീദ് ആരമല, അബ്ദുൽ നാസർ, സിദ്ദീഖ് മണിയംകുളം, കൗൺസിൽ അംഗങ്ങളായ സിയാദ്, ലിയാഖത്ത്, അബ്ദുൾ റഹ്മാൻ, തർബിയത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം നൌഫൽ മന്നാനി എന്നിവർ സംസാരിച്ചു. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.